രാഹുൽ ഈശ്വർ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണം പൊളിഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹം നിരപരാധിയാണ് എന്നതിലേക്ക് കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കോടതി ആ വിധത്തിൽ അതിൽ ഇടപെട്ട് കഴിഞ്ഞു. എന്താണ് ഇക്കാര്യത്തിൽ? പൊതുവേ സിനിമാ മേഖലയിലെ വിഷയങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്, അഭിപ്രായം പറയുന്ന ആളാണ് രാഹുൽ ഈശ്വർ. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? ശ്രീ രഞ്ജിത്തിനെതിരെ കോടതിയുടെ അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെയുള്ള പീഡന പരാതിയിൽ കോടതിയുടെ നിരീക്ഷണം ഓരോ മലയാളികളും ഓരോ ഇന്ത്യക്കാരനും കേൾക്കേണ്ടതാണ്. കോടതി പറഞ്ഞത് ഇത് കള്ളക്കേസിന്റെ ക്ലാസിക് ഉദാഹരണമാണെന്നാണ്. എന്റെ വാക്കുകളല്ല, ഞങ്ങൾ ടി വി പറയുന്ന വാക്കുകളല്ല, പകരം ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ചു. സാർ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. കള്ളക്കേസിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഈ കേസ്. അതായത് 2016 തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് 2012 എന്തായാലും പീഡനം നടക്കില്ലല്ലോ, അതെന്തായാലും ഇമ്പോസിബിലിറ്റി അല്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ അതായത് പുള്ളിക്ക് അവിടെ ഒരു ഹോട്ടലിൽ നിന്നു, പണ്ടത്തെ കാര്യമല്ലേ, കള്ളം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല എന്ന് കരുതി, ആരും പിടിക്കില്ല എന്ന് കരുതി. ഇങ്ങനെയാണ് പല കള്ളങ്ങളും വന്നത്. ശ്രീ നിവിൻ പോളിയുടെ കാര്യം നോക്കൂ, ശ്രീ സിദ്ദിഖിന്റെ കാര്യം, ശ്രീ സിദ്ദിഖിനെതിരെ 3 തവണ ഈ പെൺകുട്ടി മൊഴി മാറ്റി. ശ്രീ രഞ്ജിത്തിന്റെ കാര്യം അങ്ങേക്ക് അറിയാവുന്ന പോലെ ഞാൻ ശ്രീ രഞ്ജിത്തിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന വ്യക്തിയല്ല. ശ്രീ രഞ്ജിത്ത് ഒരു ഇടതുപക്ഷക്കാരനാണ്, ഞാനൊരു വലതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആശയ ആദർശങ്ങൾ ഓടിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു മനുഷ്യനല്ലേ, മലയാളിയല്ലേ, നമുക്ക് മംഗലശ്ശേരി നീലകണ്ഠൻ അടക്കം ഒരുപാട് കഥാപാത്രങ്ങൾ തന്ന അതുല്യ സംവിധായകനല്ലേ. ആ മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കുന്നതിനൊരു മര്യാദ കാണിക്കണ്ടേ? അതായത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് നമുക്കറിയാം, ഇടതുപക്ഷ വ്യക്തിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ പല കാര്യങ്ങൾ കൊണ്ട് ആക്രമിക്കുന്ന പലരും ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ പല ആൾക്കാർക്ക് പല താല്പര്യങ്ങൾ കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ എങ്ങനെ വേട്ടയാടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നാളെ എനിക്കും സാറിനും നമ്മുടെ വീട്ടുകാർക്കും എതിരെ ഇത് വരും. നമ്മുടെ എല്ലാം അച്ഛൻ, സഹോദരൻ, മകൻ, സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ എല്ലാം അച്ഛൻ, മകൻ, സുഹൃത്ത്, സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമുക്ക് ഇവരെ പോലെ ലക്ഷക്കണക്കിന് രൂപ കളഞ്ഞ് ഫൈറ്റ് ചെയ്യാനുള്ള ആവതൊന്നും നമുക്കുണ്ടാവില്ല. നമ്മുടെ വീട്ടുകാർ ഒരാഴ്ച ജയിലിൽ കിടക്കട്ടെ, 2 ആഴ്ച ജയിലിൽ കിടക്കട്ടെ, അല്ലെങ്കിൽ 1 മാസം ജയിലിൽ കിടക്കട്ടെ എന്നങ്ങ് വിചാരിക്കും. അത് കഴിഞ്ഞ് എന്ത് വെച്ചും? എനിക്ക് ജോലി നഷ്ടപ്പെടും, എന്റെ സുഹൃത്തുക്കൾ എന്നെ പിന്നീട് കാണാതാകും, നമ്മുടെ ബന്ധുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ നാണക്കേടാകും, മോന് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഇതൊക്കെയാണ് റിയൽ ഇഷ്യൂസ്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇഷ്യൂസ്. അതുകൊണ്ട് ഒറ്റ റിക്വസ്റ്റ് പറഞ്ഞ് നിർത്താം. ABC മലയാളം പോലെ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ മലയാളം അടക്കം ഉള്ള ഒരുപാട് ചാനലുകൾ, നമ്മുടെ മുഖ്യധാരാ ചാനലുകളും ഡിജിറ്റൽ ചാനലും ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിജീവിതയുടെ പേര് പുറത്തു പറയാത്തതുപോലെ കുറ്റാരോപിതന്റെ പേരും കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് വരെ പുറത്തു പറയരുത്. സിമ്പിൾ ഡിമാൻഡാണ്. അതിജീവിതയുടെ പേര് പുറത്തു പറയരുത്. ഒരു സംശയവുമില്ല, പുറത്തു പറയുന്നത് തെറ്റാണ്. എന്റെ ഒരു സുഹൃത്ത് പുറത്തു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ തിരുത്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ നിയമം അതാണ്. അദ്ദേഹത്തിനോടൊപ്പമാണ്, അദ്ദേഹത്തിനെതിരെയുള്ള പരാതി വ്യാജവുമാണ്. പക്ഷെ അതിജീവിതയുടെ പേര് നമ്മൾ പുറത്തു പറയരുത്, അല്ലെങ്കിൽ പരാതിക്കാരിയുടെ പേര് പുറത്തു പറയരുത്. അതേപോലെ ആരോപിതന്റെ പേരും പുറത്തു പറയരുത്, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ. അതെ, തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ എനിക്ക് അതിനകത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ രഞ്ജിത്തിനെതിരെ ഒരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കേസിൽ കുരുക്കി തേജോവധം ചെയ്ത് അദ്ദേഹത്തെ നാറ്റിക്കാൻ, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നാറ്റിക്കാൻ ഒരു ആസൂത്രിതമായ ശ്രമം നടന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ഒരു പക്ഷെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ എനിക്ക് എന്താ പറയണേ, ഒരു പക്ഷേ സിനിമാ മേഖലയെ ദേഷ്യമുള്ളവർ കാണാം. ഞാൻ രഞ്ജിത്ത് സാറിനെ വ്യക്തിപരമായി അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇത് കേട്ടാനോട് ദേഷ്യം തോന്നരുത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ്. പക്ഷെ പലപ്പോഴൊക്കെ അദ്ദേഹത്തിന് പഴയൊരു നായർ മാടമ്പി സ്വഭാവം ഉണ്ടെന്ന് നാട്ടുകാർ പറയാറുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതായത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാർഷ്ട്യവും, പുള്ളിയുടെ ഒരു നേച്ചർ അതാണ്. പുള്ളിയുടെ ഒരു സൗണ്ടും, വളരെ ഘനഗംഭീര്യമുള്ള സൗണ്ടും, പുള്ളി നീ ഒന്നും എന്നെ പഠിപ്പിക്കേണ്ടതാ, പണ്ട് ഞാൻ SFI തുടങ്ങിയാണ്, പുള്ളിയുടെ ഒരു നേച്ചർ അതാണ്. അപ്പൊ ആർക്കെങ്കിലും പുള്ളിയോട് ദേഷ്യം ഉണ്ടെങ്കിൽ തീർത്തതായിരിക്കാം. അപ്പൊ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നനഞ്ഞടം കുഴിക്കാൻ ആൾക്കാർ വരും. ഒരു പരാതി വന്നാൽ പിന്നീട് ഇയാൾ മോശക്കാരനാണെന്ന് പറയാൻ ഒരുപാട് പേര് വരും. എന്നിട്ട് ഞാൻ പേര് പറയാനില്ല, ഇനി പേര് പറയാതിരിക്കുന്ന എന്തിനാ, രേവതി മാഡത്തെ പോലെ നമ്മൾ എല്ലാം ആദരിക്കുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തി. രേവതി മാഡത്തെ എനിക്ക് വ്യക്തിപരമായി അറിയുന്നത് മലയാളി ഹൗസ് മാഡമാണ് ഹോസ്റ്റ് ചെയ്തത്, ഞാനായിരുന്നു അതിലെ വിന്നർ. രേവതി മാഡത്തിന്റെ പേര് വരെ വലിച്ചിട്ട് ഈ ചിത്രങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ എന്തൊക്കെ ആഭാസത്തരവും വൃത്തികേടുമാണ് പറഞ്ഞത്.
ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ രേവതി മാഡത്തിന് ഒരു ഫാമിലിയും പറ്റൂല്ലേ? അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അന്ന് ആ ഹോട്ടൽ പോലും ഇല്ല എന്നാണ് നമ്മൾ ഉള്ളത്. അപ്പൊ രേവതിയുടെ പേര് അതായത് ഇയാളുടെ ഈ നഗ്നചിത്രങ്ങൾ രഞ്ജിത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു. കള്ളം പറയുന്നതിനും കഥ ഉണ്ടാക്കുന്നതിനും ഒരു പരിധിയില്ലേ? പുള്ളി യഥാർത്ഥത്തിൽ കഥാകൃത്താവണം, കഥകൾ എഴുതി തുടങ്ങണം, അല്ലാതെ ഇത്തരം വ്യാജ ആരോപണങ്ങളിലേക്ക് പോകരുത്. അത് ഏതൊരു പുരുഷനെയും സ്ത്രീയെയും മനുഷ്യനെയും ഇല്ലാതാക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. എന്തായാലും മലയാള സിനിമയിൽ അനഭിലഷണീയമായ ഈ പ്രവണത ഇങ്ങനെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം കൊണ്ടും ആത്മധൈര്യം കൊണ്ടും അദ്ദേഹം ഫൈറ്റ് ചെയ്ത് പോരാടി, നീതിക്ക് വേണ്ടി പോരാടി അദ്ദേഹം വിജയിച്ചു. പക്ഷേ ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്തായാലും സത്യസന്ധമായ ഒരു വരി കൂടെ ആഡ് ചെയ്തോട്ടെ, ഒരു വരി കൂടെ. അതായത് ഇത് മനസാന്നിധ്യം, ശക്തി തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പം ശ്രീ സിദ്ദിഖിനെതിരെ ഈ വ്യാജ പരാതി, അല്ലെങ്കിൽ പാവം മരിച്ചുപോയ മാമുക്കോയ്ക്കെതിരെ, അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ. നിവിൻ പോളി കൊച്ചിയിലായിരുന്നു, ദുബായ് വെച്ച് റേപ്പ് ചെയ്തു. എന്നിട്ട് അടുത്ത് എന്ത് പറ്റുമെന്നറിയോ? ഈ വ്യക്തിയോട് ചോദിച്ചു, ആ റേപ്പ് ചെയ്ത തീയതിയിൽ നിവിൻ പോളി കേരളത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി പറഞ്ഞ അങ്ങേക്ക് ഓർമ്മ കാണും, അത് ഉറക്കപ്പിച്ചിൽ ഞാൻ ഡേറ്റ് മാറിപ്പോയതാണെന്ന്. ഈ ഉറക്കപ്പിച്ച് എപ്പോഴാണ്? നൈറ്റ് 7 to 9 പ്രൈം ടൈമിലാണ് ഇരിക്കുന്നത്. മീഡിയയുടെ ന്യൂസ് ചാനൽ ഇരിക്കുമ്പോൾ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. എന്തൊരു ഉളുപ്പില്ലായ്മയാണ്. ഇവർക്കൊക്കെ ഫൈറ്റ് ചെയ്യാം. നാളെ ഞാൻ സത്യസന്ധമായി പറയാം, ഞാനൊരു മിഡിൽ ക്ലാസ്സുകാരനോ അല്ലെങ്കിൽ ജസ്റ്റ് എബോവ് മിഡിൽ ക്ലാസ്സുകാരനോ ആണ്. വീട്ടിൽ 2 പിള്ളേരും മറ്റുമുണ്ട്. ഈ 10-30 ലക്ഷം രൂപ മുടക്കി ജാമ്യം കിട്ടുന്നതിനെക്കാട്ടി ചിലപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും വിചാരിക്കും ഒരു 90 ദിവസം കിടക്കാം, ആ 90 ദിവസം കിടന്നിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് വിചാരിക്കും. കാര്യം 90 ദിവസം കഴിഞ്ഞ് വലിയ ചാർജ് ഷീറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇറങ്ങാന്ന് വിചാരിക്കും. കാര്യം ആരുടെ ഇരിക്കുന്ന ഇത്രയും കാശ്? അപ്പൊ നമുക്കെതിരെയെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീകൾ ആലോചിക്കണം. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സുഹൃത്ത് ജയിലിൽ നിന്നും അപമാനത്തിൽ നിന്നും ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഞങ്ങളെ പിന്തുണയ്ക്കേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ പല സ്ത്രീകളും മുമ്പോട്ട് വന്ന് പോരാടണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിലെ ഒരുത്തൻ ആത്മഹത്യ ചെയ്തല്ലോ. വ്യാജ പരാതികൾ സഹിക്കാൻ വയ്യാതെ അവൻ ആത്മഹത്യ ചെയ്തു. സുപ്രീം കോടതി പോലും ഇന്ന് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ 2 പേരെ അറിയാം. അവർക്ക് ജോലി പോയി. അവർക്ക് 3 ആഴ്ചയ്ക്ക് ശേഷം കോടതി നിരപരാധികളാണെന്ന് പറഞ്ഞു. പക്ഷെ ടെക്നോ പാർക്കിൽ ജോലി കിട്ടുന്നില്ല. കാര്യം ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ അവരുടെ പേരിൽ അവരിങ്ങനെ ഒരു പീഡന കേസിൽ അറസ്റ്റിലായി എന്ന വാർത്തയുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ടെക്നോ പാർക്കിലെ കമ്പനികൾക്ക്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നോക്കുമ്പോൾ ആരും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതൊക്കെ റിയൽ ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് ഞാനൊരു പുരുഷവാദിയാണ്, അത് പോട്ടെ, നിങ്ങളൊരു മനുഷ്യവാദിയായി കണ്ട് ഞങ്ങൾ പുരുഷന്മാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. അതിന് താങ്കളെ പോലുള്ള പ്രമുഖ മാധ്യമങ്ങളും ചാനലും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അഭ്യർത്ഥന. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. ഇതിനകത്ത് നിരപരാധികളെ ക്രൂശിക്കപ്പെടാൻ പാടില്ല, അവരെ ഉപദ്രവിക്കരുത്. അവർ അപരാധിയാണെങ്കിൽ ശിക്ഷിച്ചുകൊള്ളൂ, അത് മറ്റൊരു കാര്യം. അത് തീരുമാനിക്കാൻ ഇവിടെ കോടതിയുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ അത് പറഞ്ഞിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ബോംബെയിലെ ഒരു കേസ്, ഒരു സ്ത്രീ കൊണ്ട് കൊടുത്ത പരാതിയാണ്. അവർ കുറച്ചുനാൾ ഒരുമിച്ച് കഴിഞ്ഞു, അവർ വിവാഹമോചിതയാണ്, ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ആളാണ്. അവരെ ഒരു സുഹൃത്തുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവസാനം എന്തോ കാര്യത്തിന് പിണങ്ങിയപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡനം. അപ്പോൾ കോടതി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു, ഈ കാര്യം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനത്തെ പരാതിയുമായിട്ട് വരരുത്, ഇത് തെറ്റാണ്. എല്ലാ തെളിവുകളും പരിശോധിച്ചിട്ട് കോടതി ആ മനുഷ്യനെ കുറ്റവിമുക്തനാക്കി. ഇത് നമുക്കൊരു വലിയ പാഠമാണ്. തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മികച്ച കലാകാരനും നല്ല ഒന്നാന്തര സംവിധായകനും എന്താ പറയുക പ്രതിഭാശാലിയായ ഒരു തിരക്കഥാകൃത്തുമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും എത്ര മഹത്തരമായ ഈ പറഞ്ഞതുപോലെ ക്ലാസിക് സിനിമകൾ പുറത്തു വരാനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്രിയേറ്റിവിറ്റി നമുക്ക് മലയാളികൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളതല്ലേ? എന്താണ് അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇനി രഞ്ജിത്ത് മലയാള സിനിമയിൽ തുടർന്നുണ്ടാകും? ഞാൻ പേര് പറയാമോ എന്നറിയില്ല, ഇപ്പോഴും കേസ് നടക്കുന്നതുകൊണ്ട് പേര് പറയുന്നില്ല. മലയാള സിനിമയിൽ ഇതേപോലെ ഒരു പ്രമുഖ നടൻ, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. ഞാനാണ് പലപ്പോഴും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തത്. എനിക്ക് വ്യക്തിപരമായ പുള്ളിയെ അറിയാവുന്നതുകൊണ്ടല്ല, ആ കേസ് കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഈ മനുഷ്യൻ ഒരിക്കൽ എന്നെ രാത്രി 1:30 വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ പുതിയ സിനിമയൊന്നും ഇല്ലേ? പുള്ളി പറഞ്ഞു, രാഹുലെ ഞാൻ 2 വർഷമായി സിനിമയെക്കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിലത് വരുന്നില്ല. പുള്ളി അമ്പലങ്ങളും പള്ളികളും കയറി നടക്കുകയാണ് രാത്രിയിലടക്കം. കാര്യം മനസമാധാനം കിട്ടുന്നില്ല, ടെൻഷനാണ്. വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. എനിക്ക് ആകെ ടെൻഷനും കാര്യങ്ങളുമാണ്. എത്രമാത്രം ഇവരുടെ മനസ്സിനെയും ക്രിയേറ്റിവിറ്റിയെയും കാശിനെയും നശിപ്പിക്കുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രമാത്രം ഒരു പ്രമുഖ ഡയറക്ടറും പ്രൊഡ്യൂസറും, ഞാൻ പേര് പറയുന്നില്ല, പുള്ളിയെ ഇതേപോലെ ഒരു
പുള്ളി കേരളത്തിൽ അല്ല ഇന്ത്യയുടെ വെളിയിലൊക്കെ പോയി, ആൾക്കാർക്ക് ആരെയാന്ന് മനസ്സിലാകും. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ജയിച്ച കേസാണ് കേട്ടോ, ഇതും കൂടെ അറിയണം, അദ്ദേഹം ജയിച്ച കേസാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ടി വിയിൽ എടുക്കരുതെന്ന് പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ജയിച്ചതല്ലേ എന്ന്. പക്ഷെ പുള്ളി പറയുകയാണ്, എനിക്ക് ആ കേസ് കേൾക്കുമ്പോൾ ഇപ്പോഴും പഴയ പേടിയാണ്, അതുകൊണ്ട് ദയവായി പറയുമ്പോൾ ആ പേര് എടുക്കരുതെന്ന്. അത്രമാത്രം ട്രോമയിലാണ്, വേദനയിലാണ്. ഈ മനുഷ്യന്റെ പുതിയ സിനിമയിൽ ആ ഒരു അഭിനേത്രിക്ക് റോള് കൊടുത്തില്ല, അതുകൊണ്ട് ആ കുട്ടി കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ഇയാൾ മാരീഡ് ആണ്, കുട്ടികളുണ്ട്, പക്ഷേ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന്. വളരെ ഈസിയാണത് പറയാൻ. വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞാൽ മതി, പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ കഴിയില്ല. അപ്പം കോടതികൾ പോലും പലപ്പോഴും വിചാരിക്കും കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ, ഇപ്പം പുള്ളിക്ക് കാശുള്ളതുകൊണ്ട് ജോർജിയയെ പോകാൻ പറ്റി, നമുക്ക് എവിടെ പോകാൻ പറ്റും? പുള്ളിക്ക് നമുക്ക് എവിടെ പോകാൻ പറ്റും? അതാണ് അങ്ങനെയാണെങ്കിൽ 2-3 ആഴ്ചയും കിടക്കും. പിന്നീട് സ്വന്തം മോന്റെയും അമ്മയുടെയും ഭാര്യയുടെയും ഒന്നും മുഖത്തു നോക്കാൻ കഴിയാതെ പുരുഷൻ തന്റെ ക്രിയേറ്റിവിറ്റി നശിച്ച്, തന്റെ ബാക്കിയെല്ലാം നശിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ പണ്ട് നമ്മുടെ ദി ഹിന്ദു പത്രത്തിലെ, പേര് പറയുന്നില്ല, വലിയൊരു, അങ്ങേക്ക് ഓർമ്മ കാണും, വലിയൊരു പ്രസിദ്ധനായ ഹിന്ദുവിന്റെ ബ്യൂറോ എഡിറ്റർ ഒക്കെ ആയിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഒരു ആരോപണം, ഒരു ബ്ലോഗിന്റെ താഴെ വേറൊരാൾ പേരെഴുതി, പുള്ളിയുടെ കരിയർ തീർന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടു. പേരും കൂടെ പറയാം, ഗൗരിദാസൻ നായർ, അറിഞ്ഞു പോണം, ഹിന്ദുവിന്റെ ഗൗരിദാസൻ നായർ. ഞാനൊക്കെ ചാനൽ ചർച്ച കണ്ടുപഠിച്ച അദ്ദേഹത്തിൽ നിന്നാണ്. ഗൗരിദാസൻ നായരെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടോ? പുള്ളി തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ, പക്ഷേ തെറ്റുകാരനാണെന്ന് പോലും ഇല്ല. പുള്ളി ഒരു സൈഡിൽ ജീവിതം ഒതുങ്ങി, കരിയർ പോയി, മാധ്യമങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റാതായി, സാമൂഹിക ജീവിതം ഇല്ലാതായി എരിഞ്ഞൊടുങ്ങുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. തെറ്റുകാരെ ശിക്ഷിക്കണം, ഒരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ ഭാരതത്തെ പോലും മാതാവെന്ന് വിളിക്കുന്നവരാണ് നമ്മൾ. നദികൾ നമുക്ക് മാതാവാണ്, ഭാരതം മാതാവാണ്, എല്ലാ സ്ത്രീലിംഗവും മാതാവും സഹോദരിയും മകളും ഒക്കെയാണ്. പക്ഷെ പുരുഷനും കൂടെ നിലനിൽക്കണ്ടേ? അതുകൊണ്ടൊരു ഫെയർ സ്പേസ് തരണം, നിലനിൽക്കാനും പോരാടാനും ഉള്ള ഒരു സ്പേസ് എങ്കിലും തരണമെന്നുള്ളതാണ് അഭ്യർത്ഥന. എന്തായാലും അങ്ങേക്ക് വളരെ നന്ദി, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നല്ലോ. എന്തായാലും നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയുമായിട്ട് തിരിച്ച് മടങ്ങി മലയാള സിനിമയിലേക്ക് വരട്ടെ. അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഉന്നതമായ മഹത്തായ കലാസൃഷ്ടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. കേസിൽ അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് വിജയിച്ചു, എല്ലാവർക്കും മനസ്സിലായി. ആ പരിപൂർണമായ വിജയം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ. സമ്പൂർണമായ അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം പുറത്തു വന്ന് വീണ്ടും പഴയതുപോലെ പഴയ രഞ്ജിത്തായി, മംഗലശ്ശേരി നീലകണ്ഠനെ പോലെയുള്ള നിരവധി കഥാപാത്രങ്ങൾ ഇനിയും നമുക്ക് സമ്മാനിക്കട്ടെ, മലയാള സിനിമയ്ക്ക് സമ്മാനിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ ആഗ്രഹിക്കാം. താങ്ക് യു.